നമസ്കാരം, ഞാൻ ദിനേശ് സുബ്രഹ്മണ്യ. ഞാനേ തിരുവനന്തപുരത്ത് ഒരാവശ്യത്തിന് വന്നതാണ്. അപ്പോൾ നമ്മളുടെ കർഷക ഗ്രൂപ്പുകളിലും കുടുംബങ്ങളിലുള്ള ഏതെങ്കിലും വീടുകളിൽ പോവാറുണ്ട് അങ്ങനെ പരിചയപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തി തരാം. മാഡത്തിൻ്റെ പേര്? എൻ്റെ പേര് വിജയഭാസ്കർ. എൻ്റെ പേര് ഭാസ്കരൻ നായർ. നിങ്ങൾ ഇപ്പോൾ ഇത് സ്വദേശം അരുവിക്കരയാണ്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര ഈ വീടിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ വീടിന്റെ ചുറ്റുഭാഗം മുഴുവൻ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ളത്, പിന്നെ പുറത്ത് വിപണിയിലേക്ക് കൊടുക്കാനും ഉള്ള തരത്തിലുള്ള എല്ലാ പച്ചക്കറികളും മനോഹരമായിട്ട്, അങ്ങനെ തന്നെ പ്രത്യേകം പറയണം, മനോഹരമായിട്ട് നട്ടു വളർത്തിയിട്ടുണ്ട്. അതിലേറെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് സീനിയർ സിറ്റിസണായ രണ്ട് വ്യക്തികളാണ് ഇവിടെ ഇതെല്ലാം ഇത്രയും ഭംഗിയായി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ അവരോട് അകത്തിരുന്ന് സംസാരിച്ചപ്പോൾ നമ്മൾ ചെറുപ്പമാവാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഈ പച്ചക്കറി പൂന്തോട്ട പരിപാലനം എന്നാണ്. ഈ പൂന്തോട്ടത്തെക്കാൾ കൂടുതൽ പച്ചക്കറി കൃഷിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഇത്ര നേരം സംസാരിച്ചപ്പോഴും ഒരു വാക്ക് മറ്റു കാര്യങ്ങളല്ല ഞങ്ങൾ സംസാരിച്ചിരുന്നത്, കൂടുതലായും കൃഷി കാര്യങ്ങളാണ്. അപ്പൊ ഇതിലേക്ക് ഇറങ്ങി വരാൻ, അതായത് ഇത്ര ഭംഗിയായിട്ട് പച്ചക്കറി ഉണ്ടാക്കി, ഭംഗിയുടെ കാര്യം അവിടെ വേറിട്ട് നിൽക്കട്ടെ, പക്ഷെ ഈ പച്ചക്കറി കൃഷി ഇങ്ങനെ ചെയ്യാനുള്ള തോന്നല്, അതിന് എന്തെങ്കിലും ഒരു പ്രേരണ ഉണ്ടാവുമല്ലോ, എവിടുന്നാണ് അത് കിട്ടിയത്, എന്നാണ് അത് തുടങ്ങിയത്? ഇത് പച്ചക്കറി കൃഷി പ്രേരണ എന്ന് പറയാൻ എൻ്റെ മകളാണ് അതിന്റെ പ്രേരണ. ഇത് പച്ചക്കറി കൃഷി തുടങ്ങിയിട്ട് 11 വർഷമായി. അതിനു മുന്നേ എല്ലാം പൂക്കളായിരുന്നു. എൻ്റെ ടെറസ് മുഴുവൻ പൂക്കളായിരുന്നു. അത് തുടങ്ങാൻ കാരണം പുള്ളിക്കാരനാണ്. പൂക്കൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമായിട്ട് ബാംഗ്ലൂരിൽ നിന്നൊക്കെ പുള്ളിക്കാരൻ ചെടികളൊക്കെ വരുത്തി അങ്ങനെ പൂക്കൾ നിറയെ. ഇവിടെ എന്ത് ആഘോഷം വന്നാലും ഏത് മന്ത്രിമാർ വരണം എന്ന് പറഞ്ഞാലും ഓടി വരും ഒരു ബൊക്കെ ചെയ്യാനായിട്ട്, പൂ വേണം എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്ത് സെക്രട്ടേറിയറ്റിലെ അണ്ടർ സെക്രട്ടറി ആയിരുന്നു. പെൻഷൻ ആയതിനു ശേഷം വീണ്ടും 17 വർഷം കിൻഫ്രയിൽ വർക്ക് ചെയ്തു. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ഈ കൃഷിയിലേക്ക് ഇറങ്ങിയത്. അപ്പൊ ഈ പൂക്കളുടെ ഇടയിൽ ഇങ്ങനെ നിറയെ പൂക്കളായിരുന്നു. അപ്പോൾ ഒരു ദിവസം എൻ്റെ മോള് വന്ന് ചോദിച്ചു, അമ്മ ഇത്രയും പൂക്കൾ അമ്മ വയ്ക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ ഒരു പച്ചക്കറി വെച്ചാലോ, ഒരു മുളകെങ്കിലും വെച്ചാലോ? ഞാൻ പറഞ്ഞു എനിക്ക് അതിനൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാനൊരു നമ്പർ തരാമെന്ന് പറഞ്ഞിട്ട് ഉള്ളൂർ രവീന്ദ്ര സാറിൻ്റെ നമ്പർ എനിക്ക് തന്നു. അടുത്ത ക്ലാസ്സിന് സാറിൻ്റെ അവിടെ പോയി ക്ലാസ്സിൽ പോയി 3 ക്ലാസ്സായിരുന്നു, പഠിച്ചു. സാർ അന്ന് കുറച്ച് വിത്തുകൾ തന്നു. സാറ് പറയണ അനുസരിച്ച് കൊണ്ടുവന്ന് 6 ഗ്രോ ബാഗിൽ ആ വിത്തുകൾ നട്ടു പൊടിപ്പിച്ചു. അപ്പോൾ മുളകിനൊക്കെ കുരുടായി, അതായി ഇതായി അങ്ങനെയായി. അങ്ങനെ ആ 6 ഗ്രോ ബാഗിൽ നിന്നാണ് 60, 600, 1200 തുടങ്ങി. മകളുടെ ആ ഒരു ചോദ്യവും സാറിന്റെ ആ പഠിപ്പും പരിശീലനവും നമ്മുടെ ആ മനസ്സിന്റെ ഒരു ഇഷ്ടവും, അതുകൊണ്ടാണ് ഇത്രയും. ഇതിലിപ്പോ സാറിന്റെ റോള് പ്രധാനമായിട്ട് എന്താ? രാവിലെ എഴുന്നേറ്റ പിന്നെ ഈ മുഴുവൻ സമയം എന്റെ എവിടെ ഒരു ഹെൽപ്പറിന്റെ ആവശ്യം വരുമല്ലോ. കെട്ടിടം കെട്ടുന്നു, ഒരു കൊത്തനം കയ്യാള് ഒരു മലയാള ഇത് ഉണ്ടല്ലോ, അതുപോലെ. അപ്പം കുറെ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും പുള്ളിക്ക് ഒരു ഹെൽപ്പ് വേണം. വളങ്ങൾ എടുത്തുകൊണ്ട് കൊടുക്കുക, കളകൾ പറിച്ചു കൊടുക്കുക, അത്യാവശ്യം വെള്ളം ഒഴിക്കാൻ സഹായിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒഴിച്ചാൽ വേറൊരു സ്ഥലത്ത് അതിന്റെ വളങ്ങൾ കൊണ്ട് ഒഴിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സഹായങ്ങളാണ് ഞാനും ചെയ്യുന്നത്. ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പിന്നെ പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്കും തോന്നിയിട്ടില്ല. എന്തായാലും ആ പ്രായത്തിന്റെ ഘടകത്തിനെ അപേക്ഷിച്ചിട്ട് ഇത് ചെയ്യുമ്പോൾ എന്താ ഒരു പ്രത്യേകത എന്താ തോന്നുന്നത്? ഇത് ചെയ്തിട്ട് ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇവിടെ സുഖമായിട്ട് മാർക്കറ്റിൽ പോയാൽ വെണ്ടയും വഴുതിനൊക്കെ ഇതിലേറെ ഭംഗിയിൽ വെച്ചിട്ടുള്ള വെണ്ടയും വഴുതിനയും കിട്ടും. അപ്പൊ ഇതിപ്പോ ചെയ്തു കഴിഞ്ഞാൽ സാർക്ക് അല്ലെങ്കിൽ ഫാമിലിക്ക് നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്താ നേട്ടം തോന്നുന്നത്? ഞങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി, വിഷമില്ലാത്ത പച്ചക്കറി ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അത് പിന്നെ ഇത് മറ്റുള്ള ആൾക്കാർക്ക് പകർന്നു കൊടുക്കുക, ഒരു പ്രചോദനം. നമ്മൾ മനസ്സിനെന്താ അതുകൊണ്ട് നേട്ടമുള്ളത്? മനസ്സിന് അത്രയ്ക്ക് മനസ്സിനൊരു സന്തോഷമാണ്. അതായത് കൂടുതൽ ചെറുപ്പമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? വേറെ ഒന്നും ചിന്താഗതി ഇല്ല, അസുഖത്തെ കുറിച്ചുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ ഇല്ല. ഏത് നേരവും ഇതിനെക്കുറിച്ച് മാത്രം. ഇപ്പോ ഞാൻ വേറൊരു ഇന്റർവ്യൂല് ചെയ്യുന്ന സമയത്ത് അവര് പറഞ്ഞ് രാത്രി ഉറങ്ങാൻ നേരത്ത് പിന്നെ മക്കളെ കാര്യങ്ങളും മരുമക്കളുടെ കാര്യങ്ങളും സംസാരിക്കുന്നതിന് പകരം നാളെ എന്ത് പച്ചക്കറി പൊട്ടിക്കണം, നാളെ എന്ത് കറി ഉണ്ടാക്കണം, ഇനി ഇപ്പൊ അല്ലെങ്കിൽ ഒരു മുട്ട്, ഇന്ന് രാത്രി ഒരു മുട്ടുണ്ടെങ്കിൽ അത് നാളെ വിരിഞ്ഞ അത് എന്ത് കളറാവും, അതിൽ എന്ത് ഇതിലെ കായാണ് ഉണ്ടാവുക എന്നുള്ള പുതിയ പ്രതീക്ഷയിലാണ് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത്. അപ്പോൾ ഈ പ്രതീക്ഷകളെ നൽകുന്ന ഈ ഒരു ഇത്
ഒരു ഹോർട്ടിക്കൾച്ചർ തെറാപ്പി തന്നെയാണ്. മനസ്സിന് വളരെ ആരോഗ്യം നൽകുന്ന, ഇവരെ ചുറുചുറുക്കാക്കി നിർത്തുന്നത് ഈ ചെടിയാണ്. അപ്പൊ അവരുടെ ചെടിയുടെ ബാക്കി കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഭംഗിയിൽ നല്ല ചുവന്ന് തുടുത്ത ചീരകളൊക്കെ ഉണ്ട്. എന്താ ഇതെന്ത് സാധാരണ? ഇത് ഒരാണ്ടൻ ചീര എന്ന് പറഞ്ഞിട്ട് ഈ ഒരു 5 എണ്ണം ഈ ഒരാണ്ടൻ ചീര എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഇതൊക്കെ ഇങ്ങനെ മുറിച്ച് വരികയില്ല. ഇത് ഒരു ഒരാണ്ടൻ ചീര എന്ന് പറഞ്ഞാൽ ഒരു 7-8 ഓക്കെ. എന്തായാലും നമുക്ക് സാധാരണ ചീര എടുക്കുന്ന 2-3 മാസത്തെ വിളവല്ല, അതിലേറെ കാലം കിട്ടുന്നത് കൊണ്ട് ഒരാണ്ടൻ ചീര കുറെ കാലം നിൽക്കും. നമുക്ക് എത്ര തവണയും മുറിച്ചെടുക്കാം അല്ലെ? മുറിച്ചെടുക്കുമ്പോ അതിന് ബ്രാഞ്ചസ് വന്നു. ഒരു തവണ മുറിച്ചു കഴിഞ്ഞാല് വീണ്ടും ബ്രാഞ്ച് പൊട്ടി വരാനും. ഇത് കണ്ട സാറിന് മനസ്സിലാവും. ഇത് ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചു കൊടുക്കട്ടെ. അത് മുറിച്ചിട്ടുണ്ട്. അല്ല, ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞാലേ ഈ പൊടിപ്പൊക്കെ വേഗം ഗ്രോത്ത് വരാൻ എന്ത് വള നമ്മൾ കൊടുക്കുക? വളമില്ല, ഞാൻ പൈസ ഒരുപാട് മുടക്കി വളമൊന്നും കടയിൽ നിന്ന് മേടിക്കുകയാണ്. സ്വന്തം ഉണ്ടാക്കുകയാണ്. എന്തൊക്കെ വളങ്ങളായി ചീരക്ക്? വളങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ പച്ചക്കറി വേസ്റ്റ്, ഞങ്ങൾക്ക് ഇവിടെ ഒരു പച്ചക്കറി കടയുണ്ട്. ആ പച്ചക്കറി കടയിൽ നിന്ന് പച്ചക്കറിയുടെ വേസ്റ്റ് മേടിച്ചുകൊണ്ട് വന്നിട്ട് അത് സ്ലറി ഒഴിച്ചു വെക്കും. ബയോഗ്യാസിന്റെ സ്ലറി മോളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും. അത് ഒഴിച്ചു വെച്ച് എല്ലാം ചെയ്യുമ്പോഴും അതിൽ ശർക്കര ഇട്ട് വെക്കും. എന്നിട്ട് 3 ദിവസം കഴിയുമ്പോൾ അതിങ്ങനെ അരിച്ചെടുത്തിട്ട് അത് സ്പ്രേയും ചെയ്തു കൊടുക്കും, ചോട്ടിൽ ഒഴിക്കും. പിന്നെ ചാണകവും കപ്പലണ്ടി പിണ്ണാക്കും പുളിപ്പിച്ചിട്ട് അത് ഒഴിക്കും. അതാണ് ഇതിന്റെ മെയിൻ വളം. പിന്നെ കരിയില രാസവളമേ ഇല്ല, കരിയില കമ്പോസ്റ്റ്. നല്ല പൊടിഞ്ഞു വരും. ചാണകവെള്ളം തളിച്ചു വെക്കുമ്പോ പൊടിഞ്ഞു വരും. തക്കാളിയൊക്കെ നല്ല കായായി നിൽക്കുന്നുണ്ട് കേട്ടോ. അത് ഇനിയിപ്പോ ഇതിങ്ങനെ പൊങ്ങി പോകുമ്പോ നടുക്ക് വെച്ചങ്ങ് മുറിച്ചു കൊടുക്കും. അപ്പൊ ആ സൈഡിൽ നിന്ന് വരണേല് തലമുറിക്കും. അപ്പൊ സൈഡിൽ നിന്ന് വരണേല് നിറയെ വരും. ഇത് 2 ഇനാണ്. ഇത് ചോപ്പ്, ഇത് ആനക്കൊമ്പൻ. ഇത് ആനക്കൊമ്പൻ ചുവപ്പല്ലേ? ചോപ്പ്. അത് ഇന്ന് രാവിലെ അറിയാതെ പറിച്ചു. ഇത് സാധാ ആനക്കൊമ്പൻ തന്നെ വെള്ള കളറില് ചൈനീസ് കരിവേപ്പിലയാണ്. വലിയ ഇത്രയും ബൊക്കെയായിട്ട് നിന്ന്. അതാണ് ചൈനീസ് കരിവേപ്പ് എന്ന് പറയുന്നത്. കറിവേപ്പ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മള് ഇപ്പൊ കടുക് വറുക്കാനോ എല്ലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യണ്ട. ഇത് അങ്ങനെയാണ് മുറിച്ച് നല്ല വാസനയുണ്ട് അല്ലേ? ഇത് നല്ല വാസനയുള്ള പക്ഷെ ഈ ചൈന കറിവേപ്പ്, നമ്മൾ ചൈന ടോയ്സ് ഒക്കെ പോലെ ചെറിയ കളിപ്പാട്ടല്ലേ, അതേപോലെ അതിന്റെ ഇല നോക്കൂ. ഇതാണ് ചൈന കറിവേപ്പ്. ഇത് എവിടുന്ന് വാങ്ങിയതാ? ഇത് ഞാനൊരു നഴ്സറിയിൽ മേടിച്ചതാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം വിപണിയിൽ ഒരു കെട്ട് കൊണ്ടുപോയി. എല്ലാത്തിത് മുറിച്ച് ഇതിങ്ങനെ ഇത്രയും വലിയ ഇതിൽ നിന്നതാണ്. അപ്പൊ ഇനിയിപ്പോ ഇതെല്ലാം. ഇതില് വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, വീഡിയോ ഒന്ന് ഇതിൽ കാണിച്ചു കൊടുത്താലേ. ഈ മുറിച്ചു വെച്ച ഭാഗത്തെ ചാണകം വെക്കുന്നുണ്ട്. അതെന്താ അങ്ങനെ വെച്ചതുകൊണ്ടാണ് സാറേ, അത് ഉണങ്ങി പോകില്ല. കണ്ടോ, അവിടെ നിന്ന് എത്ര ധാരാളം ബ്രാഞ്ച് പൊട്ടും. ഒരു പഴയ പണ്ടത്തെ നാടൻ സമ്പ്രദായട്ടോ. ഈ വളരെ പഴക്കള ഈ തലമുറ എന്നല്ല, അതിന്റെ മുന്നത്തെ തലമുറ ആൾക്കാര് എന്തെങ്കിലും മരം വെട്ടിയാലോ പച്ചക്കറിയുടെ കൊമ്പ് മുറിച്ചാലോ എന്ത് മുറിച്ചാലും ഒരു ഉണ്ട ചാണകം വെച്ച് പോകും. അന്നത്തെ അണുനാശന പ്രവർത്തനം ഈ ചാണകം ഉപയോഗിച്ചിരുന്നു. അതിന്റെ അണു നശിക്കുകയാണോ വളം വലിച്ചെടുക്കുകയാണോ എന്താ അറിയില്ല, ആ പ്രവർത്തനം നമുക്ക് വീണ്ടും ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. നായക്കൂടിന്റെ പഴയ ഒരു നായയുടെ കൂടാണ്. അതെ. അപ്പൊ അവര് ഇതിന്റെ ടെറസിന്റെ മേലെ ടർട്ടിൽ വൈൻ വെച്ച് പിടിപ്പിച്ചിട്ട് നല്ല ഭംഗിയില് ഇതാണ് കേട്ടോ നമ്മളെ മനസ്സിന്റെ സന്തോഷം എന്ന് പറയുന്നത്. ഒരു സ്ഥലവും നമുക്ക് ഉപയോഗപ്പെടുത്താതിരിക്കാൻ പറ്റില്ല. ആ സ്ഥലം ഭംഗിയാക്കി നിർത്തിയിട്ട് ടർട്ടിൽ വൈനെ കൊണ്ട് ഭംഗിയാക്കി നിർത്തിയിട്ടുണ്ട്.